കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് ഉയർന്ന ജില്ല പത്തനംതിട്ട. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല പാലക്കാട്. കേരളത്തിലെ ഗ്രാമീണർ കൂടുതലുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട്. കേരളത്തിലെ പട്ടികജാതിക്കാർ കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിലെ പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട്. കേരളത്തിലെ പട്ടികവർഗക്കാർ കുറഞ്ഞ ജില്ല ആലപ്പുഴ. കേരളത്തിലെ വനഭൂമി കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ വനഭൂമി ഇല്ലാത്ത ജില്ല ആലപ്പുഴ. കേരളത്തിലെ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ തൊഴിൽ രഹിതർ കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിലെ ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ കുറവ് നഗരസഭകളുള്ള ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ. കേരളത്തിലെ ജനസംഖ്യ കൂടിയ മുനിസിപ്പാലിറ്റി ആലപ്പുഴ. കേരളത്തിലെ തെക്കേ അറ്റത്തെ മുനിസിപ്പാലിറ്റി നെയ്യാറ്റിൻകര. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് മുല്ലപ്പെരിയാർ. കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് ആര്? PN പണിക്കർ. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഏത്? രാജ്ഭവൻ. പാപനാശം കടപ്പുറം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. സ്ത്രീകൾക്ക് മാത്രമായുള്ള കേരളത്തിലെ ജയിൽ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി, തൃശൂർ. കോഴിക്കോട് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കേരളത്തിന്റെ തനതായ നൃത്തരൂപത്തിന്റെ പേരെന്ത്? മോഹിനിയാട്ടം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH-47A. നെഹ്റു മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളി VK കൃഷ്ണമേനോൻ. കേരള കോൺഗ്രസ് സ്ഥാപകൻ KM ജോർജ്. കേരളത്തിന്റെ ഏക മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ. ആദ്യ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11. കേരള മുഖ്യമന്ത്രിയായ ശേഷം പഞ്ചാബ് ഗവർണറായ വ്യക്തി പട്ടം താണുപിള്ള. വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഖപത്രത്തിന്റെ പേര് വിദ്യാരംഗം. കടലിൽ അപ്രത്യക്ഷമായ കേരള ഗവ ഉടമസ്ഥയിലുള്ള കപ്പൽ കൈരളി. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ വേളി. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പള, കാസർഗോഡ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാട്, എറണാകുളം. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വില്യം ലോഗൺ. കേരള സർക്കസിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന സ്ഥലം തലശ്ശേരി. കേരളത്തിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാപ്പിനിശ്ശേരി. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കായംകുളം,
പട്ടാമ്പി, മങ്കൊമ്പ്, വൈറ്റ്ല. കേരളത്തിലെ പ്രഥമ വന്യജീവി സങ്കേതം എവിടെയാണ്? പെരിയാർ. ഏറ്റവും കുറച്ചു കാലം സ്പീക്കറായിരുന്ന വ്യക്തി AC ജോസ്. കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുതുരുത്തി, തൃശൂർ. ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. ലാറി ബേക്കർ ഏതു രംഗത്താണ് പ്രശസ്തനായത്? ഭവന നിർമ്മാണ രംഗത്ത്. ദർശനമാല എന്ന ഗ്രന്ഥത്തിന്റെ രചന നടത്തിയത് ആര്? ശ്രീനാരായണ ഗുരു. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. തെന്മല എക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കേരളത്തിൽ ചന്ദനക്കാടുകളുള്ള പ്രദേശം മറയൂർ. പഞ്ചായത്ത് രാജ് ദിനം ആഘോഷിക്കുന്ന ദിവസം ഫെബ്രുവരി 19. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ. കേരളത്തിലെ പക്ഷി സങ്കേതം വലുത് തട്ടേക്കാട്, ചെറുത് മംഗളവനം. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ഉള്ള ജില്ല എറണാകുളം. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം 62. വരിക വരിക സഹചരെ എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പ് സത്യാഗ്രഹം. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്, റിഗർ എന്നും പറയും. തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. കേരളത്തിൽ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? വെള്ളൂർ. മലബാർ സിമന്റ്സ് എവിടെയാണ്? വാളയാർ, പാലക്കാട് ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആയിരുന്ന KR നാരായണൻ ആദ്യമേ പാർലമെന്റിലേക്ക് മത്സരിച്ച മണ്ഡലം ഒറ്റപ്പാലം. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി അഗസ്ത്യകൂടം, തിരുവനന്തപുരം. വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം തലക്കുളം, കന്യാകുമാരി. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി. എഴുത്തച്ഛൻ ജനിച്ച തുഞ്ചൻപറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് ഉൾപ്പെടുന്നത്? പാലക്കാട്. പൂക്കോട്ട് തടാകം എവിടെയാണ്? വയനാട്. തച്ചോളി ഒതേനന്റെ ജന്മസ്ഥലം എവിടെയാണ്? വടകര. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് തിരൂർ. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കഥകളി. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സ്. മാഹി അഥവാ മയ്യഴി ആരുടെ കോളനി ആയിരുന്നു? ഫ്രഞ്ച്. ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാദമി എവിടെയാണ്? ഏഴിമല. മുല്ലപ്പെരിയാർ കേരളത്തിന്റെ ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം 1991. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടതേത്? പത്തനംതിട്ട. നിയമസഭാ അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി ആരാണ്? മേയർ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളീയ കലാരൂപം കൂടിയാട്ടം. പുതിയ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. ഇന്നത്തെ വിക്രം സാരാഭായ് ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. റെയിൽപാത കടന്നു പോകാത്ത കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? വയനാട് ആൻഡ് ഇടുക്കി.
കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തവന്നൂർ, മലപ്പുറം. കേരളത്തിലെ സംസ്കൃത സർവകലാശാല എവിടെയാണ്? കാലടി, എറണാകുളം. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സ്വാതി തിരുനാൾ. സംസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആര്? ചീഫ് സെക്രട്ടറി. കേന്ദ്ര ഗവൺമെന്റ് ക്യാബിനറ്റ്. ചീഫ് സെക്രട്ടറി. സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം സെയിൽ ടാക്സ്. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പരമോന്നതാധികാരി ആരാണ്? വിദ്യാഭ്യാസ ഡയറക്ടർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി എവിടെയാണ്? വെള്ളൂർ. ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്ന നാടകം രചിച്ചത് PM ആന്റണി. പെരുമൺ ട്രെയിൻ ദുരന്തം ഉണ്ടായ തീയതി ഏത്? 1988 ജൂലൈ 8. മൈലമ്മ ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൊക്കോ കോള. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം? കഞ്ചിക്കോട്ട്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ആദ്യമേ നിലയിൽ വന്നത് എവിടെ? എറണാകുളം. കേരളത്തിൽ പ്രവാസികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച വിമാനത്താവളം? നെടുമ്പാശ്ശേരി. കേരളത്തിൽ ഇപ്പോഴും ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മട്ടാഞ്ചേരി. ആറന്മുള കണ്ണാടി എന്ത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലോഹം. സിവിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചായത്ത്. മാറാട് കലാപം ഉണ്ടായത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കഴക്കൂട്ടം. കേരളത്തിലെ പ്രധാന തുറമുഖം? കൊച്ചി. കേരളീയരുടെ ദേശീയ ഉത്സവം? ഓണം. കേരള ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ആലുവ FACT ആരംഭിച്ച വർഷം? 1938. ആദ്യ കിഴങ്ങു ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീകാര്യം, തിരുവനന്തപുരം. ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം? കാലടി. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതാര്? ശ്രീനാരായണ ഗുരു. KSRTCക്ക് കൂടുതൽ യൂണിറ്റുകളുള്ള ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ ഏത് അണക്കെട്ടാണ് തേക്കടി ജലാശയത്തിന് കാരണം? മുല്ലപ്പെരിയാർ. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? തിരുവനന്തപുരം. പമ്പയുടെ ദാനം? കുട്ടനാട്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തുമ്പ. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി? ആഞ്ഞിലി. കേരളത്തിൽ എവിടെയാണ് സെന്റ് ആഞ്ചലോ കോട്ട? കണ്ണൂർ. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? IK കുമാരൻ മാസ്റ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? എക്കൽ മണ്ണ്. മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ്? കർഷകോത്തമ. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലയിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? AK ആന്റണി. ചാക്യാർ കൂത്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? തുള്ളൽ. കേരളത്തിൽ കുറച്ചു ദിവസം മന്ത്രിയായിരുന്നത് ആര്? വീരേന്ദ്രകുമാർ.
കേരളത്തിൽ കുറച്ചു കാലം ഗവർണറായിരുന്നത് ആര്? വി ഗിരി. കേരളത്തിൽ ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതി ആയത്? വി ഗിരി. കേരള പാഞ്ചിക മാസികയുടെ പത്രാധിപൻ? സഞ്ജയൻ. വിവേകോദയം മാസികയുടെ പത്രാധിപൻ? കുമാരനാശാൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ആനന്ദ മത പ്രസ്ഥാനം സ്ഥാപിച്ചത്? സ്വാമി ബ്രഹ്മാനന്ദ യോഗി. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത്? പി കൃഷ്ണപിള്ളയെ. സാമൂതിരി സാമുദായിക പരിഷ്കരണത്തിനായി രൂപീകരിച്ച സംഘടന? യോഗക്ഷേമ സഭ. സഹോദര സംഘ സ്ഥാപകൻ? സഹോദരൻ അയ്യപ്പൻ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ദേവാലയം? പുത്തൻപള്ളി, തൃശൂർ. കുമരകം ബോട്ടപകടം അന്വേഷിച്ച കമ്മീഷന്റെ പേര് എന്താണ്? കെ നാരായണക്കുറുപ്പ് കമ്മീഷൻ. കടലുണ്ടി തീവണ്ടി അപകടത്തിൽപ്പെട്ടത് ഏത് ട്രെയിനാണ്? ചെന്നൈ എക്സ്പ്രസ്. പാർവതി പുത്തനാർ എന്ന തിരുവനന്തപുരത്തെ ജലപാത നിർമ്മിച്ചതാര്? ഗൗരി പാർവതി ബായ്. ദക്ഷിണ വ്യോമ കമാൻഡറിന്റെ ആസ്ഥാനം? തിരുവനന്തപുരം. പെരുമൺ തീവണ്ടി അപകടത്തിൽപ്പെട്ട ട്രെയിൻ ഏത്? ഐലൻഡ് എക്സ്പ്രസ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം എവിടെ? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പ്രധാന റോഡ് ഏത്? MC റോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ? തിരുവനന്തപുരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നിലയിൽ വന്നത് എപ്പോൾ? 1991. കൊങ്കൺ റെയിൽവേയുടെ നീളം എത്ര? 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ നീളം. അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചി തുറമുഖത്തിന് പേര് നൽകിയതാര്? RK ഷൺമുഖൻ ഷെട്ടി. സൈനിക ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം? കൊച്ചി. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിലാണ്? എറണാകുളം. കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് സർക്കാർ നൽകിയ പേരെന്ത്? അക്ഷര കേരളം. കേരളത്തിലെ ഏക കരകൗശല ഗ്രാമം? ഇരിങ്ങൽ. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം? കേരളം. കേരള ഹൈക്കോടതിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം? മംഗളവനം. കേരളത്തിൽ മെർക്കുറി രസം കാണപ്പെടുന്ന പ്രദേശം? തരിശുഭൂമിയിലെ സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത്? കശുമാവ്. കേരള സർക്കാർ ആവിഷ്കരിച്ച കൊയ്ത്തു പദ്ധതി? വർഷ. കേരള സർക്കാരിന്റെ പ്രവാസി കാര്യ വകുപ്പ്? നോർക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകൾ ഉള്ള ജില്ല? എറണാകുളം. കേരളത്തിൽ നടപ്പിലാക്കുന്ന കടൽ തീര സംരക്ഷണ ടൂറിസം പദ്ധതി? ഹരിത തീരം. ടൂറിസം സൂപ്പർ ബ്രാൻഡ് എന്ന പദവിക്ക് അർഹമായ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ശുദ്ധജല പദ്ധതി? ജലനിധി. KITTS എന്നതിന്റെ പൂർണ്ണനാമം? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡി. കേരളത്തിന്റെ സിംഫണി എന്ന് വിശേഷിക്കപ്പെടുന്നത്? ചെണ്ടമേളം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ച വിദേശ ശക്തി? ഡച്ചുകാർ. വാസ്കോഡഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയ സ്ഥലം? കാപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? AK ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നാണയം? രാശി. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം? അറക്കൽ. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ശിവപ്പ നായികർ. ആയുർവേദം ഏതു വേദത്തിന്റെ ഭാഗമാണ്? അഥർവവേദം. ആദ്യമായി കടൽയാത്ര നടത്തിയ കേരളീയ രാജാവ്? ചിത്തിര തിരുനാൾ. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ.
ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ചിത്തിരത്തിരുന്നാൾ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണാമൂല. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മല. ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? വാഞ്ചി. ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി വട്ടെഴുത്ത്. മാമാങ്കത്തിലേക്ക് ചാവാർപ്പടയെ അയച്ചിരുന്ന രാജാവ് വള്ളുവ കോനാതിരി. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേര് നെല്ലിക്കാംപെട്ടി. സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചത് എന്ന്? 1969. തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചത് കുഞ്ചൻ നമ്പ്യാർ. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വ്യക്തി വേലുത്തമ്പി ദളവ. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? എറണാകുളം. മലയാളവും സംസ്കൃതവും ഇടകലർന്ന ഭാഷയേത്? മണിപ്രവാളം. തൃശൂർ പൂരം തുടങ്ങിയ രാജാവ് ശക്തൻ തമ്പുരാൻ. കൊച്ചി തുറമുഖത്തിന്റെ സ്രഷ്ടാവ് റോബർട്ട് ബ്രിസ്റ്റോ. കേരളത്തിലെ ഏക ഗരുഡക്ഷേത്രം എവിടെയാണ്? തിരൂർ, മലപ്പുറം. പഴശ്ശിരാജയെ അന്തിമമായി പരാജയപ്പെടുത്തിയത് ആര്? ആർതർ വെല്ലസി. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അയ്യങ്കാളി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം 1910. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന മലയാളി KR നാരായണൻ. കേരളത്തിലെ ആദ്യ മുസ്ലിം സിനിമാ നടി നിലമ്പൂർ ആയിഷ. ഡച്ചുകാർ കേരളത്തിലെ ആരുമായാണ് ആദ്യം വ്യാപാര കരാർ ഉണ്ടാക്കിയത്? മാർത്താണ്ഡവർമ്മ. മാമാങ്കനാട് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം എവിടെ? തിരുനാവായ. വാഗമൺ ഹിൽ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാര്? അയ്യങ്കാളി. ഒന്നാം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോസഫ്. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. തൃപ്പടിദാനം എന്ന ചടങ്ങ് നടത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരിയമ്മൻ തമ്പി. തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ഏർപ്പെടുത്തിയ മഹാരാജാവ് സ്വാതി തിരുനാൾ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ. വാഗൻ ട്രാജഡി കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പൻ. കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്ന ആദ്യത്തെ പട്ടികജാതിവാദിപ്പെടുന്ന ആൾ K. രാധാകൃഷ്ണൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻ പിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മഹാൻ K. കേളപ്പൻ. കേരള ചരിത്രത്തിൽ പറങ്ങികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപു. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പ്രഖ്യാപനം ക്ഷേത്രപ്രവേശന വിളംബരം. കേരളപ്പിറവി സമയത്തെ കേരളത്തിലെ ഗവർണർ ആരായിരുന്നു? PS റാവു. സാമൂതിരിയുടെ കാലത്തുണ്ടായിരുന്ന പ്രസിദ്ധമായ സാഹിത്യ സദസ് രേവതി പട്ടത്താനം. EMS മന്ത്രിസഭയ്ക്കെതിരെ നടന്ന സമരം വിമോചന സമരം. കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965. കുന്നല കോനാതിരി എന്നറിയപ്പെടുന്ന കേരളീയ രാജാവ് സാമൂതിരി. കേരളത്തെ പറ്റി പരാമർശമുള്ള നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചത് ആര്? പ്ലീനി. വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരി ഉമയമ്മ റാണി. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ഹരാസെ ബാബർ. പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം കാന്തല്ലൂർ ശാല. മലയാള വർഷം കൊല്ലവർഷം ആരംഭിച്ചത് എപ്പോൾ? AD 825.
മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവ്? മാനുവൽ രാജാവ്. സോളമൻ ചക്രവർത്തിയുടെ കപ്പലുകൾ കേരള തീരത്തെ ഏത് തുറമുഖത്താണ് കച്ചവടാർത്ഥം വന്നിരുന്നതായി ബൈബിളിൽ പറയുന്നത്? കൊടുങ്ങല്ലൂർ. കാലവർഷക്കാറ്റിന്റെ സഹായത്തോടെ പായ്ക്കപ്പലിൽ ഇന്ത്യയിൽ എത്തിച്ചേരാമെന്ന് കണ്ടുപിടിച്ചത്? പാരസ്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഹെർമൻ ഗുണ്ടർട്ട്. കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തെ പറ്റി വിവരണമുള്ളത്? രഘുവംശം. ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായ ആയിക്കുടി എവിടെ സ്ഥിതി ചെയ്യുന്നു? അഗസ്ത്യകൂട്ടം. തിരുവഞ്ചിക്കുളം ഏതു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? പെരിയാർ. സംഘകാലഘട്ടത്തിൽ ഗ്രാമസഭ എന്തു പേരിൽ അറിയപ്പെടുന്നു? നാട്ടുകൂട്ടം അഥവാ ഊര്. കേരള ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഘകാല കൃതി? പതിറ്റുപത്ത്. മടലേറൽ എന്ന ആചാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധർവ വിവാഹം. തോൽക്കാപ്പിയർ രചിച്ച വ്യാകരണ ഗ്രന്ഥം? തോൽക്കാപ്പി. സംഘകാലത്തെ പ്രസിദ്ധമായ കവയിത്രി? ഔവയൂർ. ചിലപ്പതികാരത്തിന്റെ കർത്താവ്? ഇഗോ അടിയൻ, ഇളങ്കോ അടിയൻ. സംഘകാല ജനതയുടെ മുഖ്യ ആഹാരം? അരി. മഹോദയപുരത്തെ വാന നിരീക്ഷണശാല സ്ഥാപിച്ച പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞൻ? ശങ്കരനാരായണൻ. നമ്പൂതിരി സ്ത്രീകളുടെ സദാചാര ലംഘനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന വിചാരണ? സ്മാർത്ത വിചാരം. കടവല്ലൂർ അന്യോന്യം ഏത് വേദത്തെ പറ്റിയുള്ള പരീക്ഷയാണ്? ഋഗ്വേദ പരീക്ഷ. അവസാനത്തെ കുലശേഖര ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ. കുലശേഖര കാലഘട്ടത്തിൽ ഉത്ഭവിച്ചതും യുനെസ്കോയുടെ അംഗീകാരം നേടിയതുമായ കലാരൂപം? കൂടിയാട്ടം. കുലശേഖരന്മാരുടെ തലസ്ഥാനം? മഹോദയപുരം. കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരി ഏതു രാജാവിന്റെ സദസ്സിനായിരുന്നു? ഉദയവർമ്മ. നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ മൂലസ്ഥാനം? കോഴിക്കോട്. കോഴിക്കോട് സന്ദർശിച്ച ചൈനീസ് മുസ്ലിം സഞ്ചാരി? മഹ്വാൻ. അറക്കൽ രാജകുടുംബത്തിലെ രാജാവിന്റെ സ്ഥാനപ്പേര്? അലി രാജ. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മിതവാദി പത്രത്തിന്റെ എഡിറ്റർ? മൂർക്കോത്ത് കുമാരൻ. മലബാറിൽ സ്ഥിരമായ ഭൂനികുതി ഏർപ്പെടുത്തിയത് ആരാണ്? ബ്രിട്ടീഷുകാർ. അടിമകളുടെ ഉടമസ്ഥന്മാർ ഗവൺമെന്റിലേക്ക് നൽകിയിരുന്ന നികുതി? ആൾക്കാശ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര. പഴശ്ശി സമരങ്ങളിൽ കുറിച്യർ പടയ്ക്ക് നേതൃത്വം നൽകിയ പടനായകൻ? തലക്കൽ ചന്തു. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട? കർഷക തൊഴിലാളി. 1928 പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച ദേശീയ നേതാവ്? നെഹ്റു. പാറപ്പുറം സമ്മേളനം ഏത് പാർട്ടിയുടെ കേരള ഘടക രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്മ്യൂണിസ്റ്റ്. ഏത് മിഷണറി വിഭാഗവുമായാണ് ഹെർമൻ ഗുണ്ടർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബാസൽ മിഷൻ. കൊച്ചി തുറമുഖം രൂപം കൊണ്ടത് പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായാണ്? 1341. കേരളത്തിലെ മെക്ക? പൊന്നാനി. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ EMS തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം? നീലേശ്വരം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആര്? ഡച്ചുകാർ. കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ? സി കരുണാകരൻ. കൊച്ചി രാജ്യത്തിലെ അവസാനത്തെ രാജാവ്? പരിഷിത്ത് തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ സ്രഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ശക്തൻ തമ്പുരാൻ.
ഒരേ സമയം കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റായ വ്യക്തി കേണൽ മൺട്രോ. കൊച്ചിയിലെ ദിവാൻമാരായിരുന്നത് പാലിയത്തച്ഛൻ. കൊച്ചി രാജ്യത്തെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ചിത്രകൂടം. തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ബായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ച രാജാവ് ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ ദിവാനായ ആദ്യ ബ്രിട്ടീഷുകാരൻ കേണൽ മൺട്രോ. കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ള. തിരുവിതാംകൂർ മുഖ്യമന്ത്രിയായി പിന്നീട് കേരള മുഖ്യമന്ത്രി ആയതാര്? പട്ടം താണുപിള്ള. സംഗീതജ്ഞനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് സോതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെ? ആലപ്പുഴ. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ആരുടെ കാലത്താണ്? സോതി തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആര്? ചിത്തിര തിരുനാൾ. സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയം മുന്നോട്ട് വെച്ച തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജ. തിരുവിതാംകൂറിൽ ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിലെ വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ച വർഷം 1836. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? സോതി തിരുനാൾ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ആര്? സോതി തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ സർ CP രാമസ്വാമി. തിരുവിതാംകൂറിൽ പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്ന പേര് ദിവാൻ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്രഷ്ടാവ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706. മാർത്താണ്ഡവർമ്മ ഭരണാധികാരം കയ്യേറിയ വർഷം 1728-29. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ചരിത്രപ്രസിദ്ധമായ തൃപ്പടിദാനം നടന്ന വർഷം 1750. ശ്രീ പത്മനാഭി സ്വാമി ക്ഷേത്രത്തിന് മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ അന്തരിച്ച വർഷം 1758. ധർമ്മരാജാവ് എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ ബാലരാമ മഹാരാജാവ്. ദിവാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂറിലെ ആദ്യ ഭരണാധികാരി രാജാ കേശവദാസ്. തിരുവിതാംകൂറിൽ സോതി തിരുനാൾ രാജാവിന്റെ സ്ഥാനാരോഹണം നടന്ന വർഷം 1829. തിരുവിതാംകൂറിൽ ആയുർവേദ കോളേജ് തുടങ്ങിയത് ആരുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ബാലകൃഷ്ണപിള്ള. കേരള മുഖ്യമന്ത്രിമാരെ ഗവർണറായി നിയമിതമായ ഏക വ്യക്തി പട്ടം താണുപിള്ള. പദവിയിലേക്ക് അന്തരിച്ച ഏക കേരള ഗവർണർ സിക്കന്ദർ ബഗ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലം മഞ്ചേശ്വരം. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി VP മേനോൻ. കേരളത്തിൽ ഏറ്റവും കുറച്ച ഭൂരിപക്ഷത്തിൽ MLA ആയ വ്യക്തി അസീസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ അംഗം ഹാമിൽട്ടൺ ഡിക്രോസ്. ഒന്നാം കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 127. കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം റാവു. കേരള നിയമസഭാ ചരിത്രത്തിലെ ആദ്യ വനിതാ അംഗം റോസമ്മ പുന്നൂസ്. ഒന്നാം നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 6. പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വർഷം 1998. കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് PC ചാക്കോ.
ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആര്? CH മുഹമ്മദ് കോയ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി? കരുണാകരൻ. ആദ്യമായി കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി? പട്ടം താണുപിള്ള. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങളെ നേരിട്ട മുഖ്യമന്ത്രി? കരുണാകരൻ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഏക മുഖ്യമന്ത്രി? R. ശങ്കർ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രി? C. അച്യുതമേനോൻ. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി? C. അച്യുതമേനോൻ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി? AK ആന്റണി. മന്ത്രി, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ പദവികളിലെല്ലാം ഒരേ നിയമസഭാ കാലത്ത് വഹിച്ച ഏക മുഖ്യമന്ത്രി? വാസുദേവൻ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ CPM മുഖ്യമന്ത്രി? EK നായനാർ. കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി സ്ഥാനത്തെത്തുന്ന ആദ്യ വ്യക്തി? AK ആന്റണി. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചതിന് ശേഷം സംസ്ഥാനത്തെ മന്ത്രിയായ ഏക വ്യക്തി? CH മുഹമ്മദ് കോയ. ഏറ്റവും നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ലോകസഭയിലെത്തിയ കേരള മുഖ്യമന്ത്രി? K കരുണാകരൻ. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചവർ ആരെല്ലാം? R. ശങ്കർ, CH മുഹമ്മദ് കോയ, ഔഖാദർ കുട്ടിനഹ. കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? VS അച്യുതാനന്ദൻ. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തി? EK നായനാർ. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ്? ചെങ്കുളത്ത് കുഞ്ഞിരാമൻ. ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പിതാവ്? എഴുത്തച്ഛൻ. മലയാള അച്ചടിയുടെ പിതാവ്? ബെഞ്ചമിൻ. കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? കുഞ്ഞിക്കണ്ണൻ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ശ്രീ നാരായണ ഗുരു. കേരള പയറ്റിന്റെ ജനയിതാവ് എന്നറിയപ്പെടുന്നത്? പരശുരാമൻ. ഓട്ടംതുള്ളലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? കുഞ്ചൻ നമ്പ്യാർ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്? കൊട്ടാരക്കര തമ്പുരാൻ. കേരള ചരിത്ര ഖ്യായിക പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? CV രാമൻപിള്ള. വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്? രാമപുരത്ത് വാര്യർ. കഥകളിയുടെ ജനയിതാവ്? കോട്ടയത്ത് തമ്പുരാൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്? മാനവേദൻ നമ്പൂതിരി. കിളിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. മലയാളത്തിന്റെ ഒറ്റ ശ്ലോകങ്ങളുടെ ഉപജ്ഞാതാവ്? ഒറവൻകര. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ? CP കുഞ്ഞിരാമൻ. കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ? PN പണിക്കർ. മലയാള മനോരമ സ്ഥാപക പത്രാധിപൻ? കണ്ടത്തിൽ വർഗീസ് മാപ്പിളെ. കേരള കലാമണ്ഡലം സ്ഥാപിച്ച ആൾ? വള്ളത്തോൾ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം? ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം? ശിവഗിരി. ആത്മീയ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം? 1928. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്? ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഈഴവ പ്രതിഷ്ഠ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് എവിടെ വെച്ച്? ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച്. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്? 1922. ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം? 1925. ശ്രീനാരായണ ധർമ്മ സംഘം രജിസ്റ്റർ ചെയ്തത്? 1903 മെയ് 15 SNDP. ശ്രീനാരായണ ഗുരു സമാധിയായത്? 1928 വർക്കലയിൽ വെച്ച്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യം? ശ്രീലങ്ക. ഇന്ത്യക്ക് പുറത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സ്റ്റാമ്പ് പുറത്തെടുക്കുന്ന ആദ്യ രാജ്യം? ശ്രീലങ്ക. ശ്രീനാരായണ 888. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് അഭിവൃദ്ധിപ്പെടുക. ആരുടെ വാക്കുകൾ? ശ്രീനാരായണ ഗുരു. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ കാവ്യം? ഉണ്ണുനീരി സന്ദേശം. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി? അഗ്നിസാക്ഷി. മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവൽ? അവകാശികൾ. വൃത്തമഞ്ജരിയുടെ കർത്താവ്? AR രാജരാജവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക? വിദ്യാവിലാസം. മണിപ്രവാളത്തിന്റെ ലക്ഷണ ഗ്രന്ഥമായ കൃതി? ലീലാതിലക്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ? നൃത്തം. എഴുതിയത് മുകുന്ദൻ M.
കേരള വാൽമീകി എന്നറിയപ്പെടുന്ന മലയാളത്തിലെ കവി ആര്? വള്ളത്തോൾ. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നാടകം കഥാബീജം. കണ്ണീരുക്കിനാം ആരുടെ കൃതിയാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഇന്ദുലേഖ 1989. അഗ്നിച്ചിറകുകൾ ആരുടെ കൃതിയാണ്? എ.പി.ജെ. അബ്ദുൽ കലാം. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ എന്റെ ജീവിതകഥ ആരുടെ പുസ്തകമാണ്? എ.കെ.ജിയുടെ. തുടിക്കുന്ന താളുകൾ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആദ്യ നോവൽ ത്യാഗത്തിന്റെ പ്രതിഫലം. ആദ്യ വയലാർ പുരസ്കാര ജേതാവ് ലളിതാംബിക. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഇതാണെന്റെ പേര്, എഴുതിയത് സക്രിയ. ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ജേതാവ് പാല നാരായണൻ നായർ. കുമാരനാശാൻ രചിച്ച അവസാനത്തെ കവിത കരുണ. വയലോപ്പിള്ളി രചിച്ച ഏക നാടകം ഋഷ്യശൃംഗൻ. ഇടശ്ശേരി രചിച്ച പ്രസിദ്ധ നാടകം കൂട്ടുകൃഷി. മലയാളത്തിൽ ആദ്യമായുണ്ടായ സാമൂഹ്യ നാടകം ആൾമാറാട്ടം. കുചേലവൃത്തം, വഞ്ചിപ്പാട്ടിന്റെ വൃത്തം, നദോന്നത. ദൈവമേ കൈത്തൊഴാങ്കൽ കുമാറാക്കണം എന്നാരംഭിക്കുന്ന പ്രാർത്ഥന രചിച്ചത് പന്തളം. തത്വമസി രചിച്ചതാര്? സുകുമാർ അടിക്കോട്ട്. അസുരവത്തിന്റെ കർത്താവ് എം.ടി. വാസുദേവൻ. മലയാള മനോരമ എന്ന പേര് ആരാണ് നൽകിയത്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. ഒരു ദേശത്തിന്റെ കഥ എഴുതിയത് എസ്.കെ. പൊറ്റക്കാട്. മലയാള ഭാഷയ്ക്ക് ആദ്യ വ്യാകരണം രചിച്ചത് ആര്? ഹെർമൻ കുണ്ടട്ട്. നീർമാതളം പൂത്ത കാലം ആരുടെ കൃതി? മാധവിക്കുട്ടി. മലയാള ഭാഷയ്ക്ക് ആദ്യ വ്യാകരണം രചിച്ചത് ആര്? ഹെർമൻ കുണ്ടട്ട്. നീർമാതളം പൂത്ത കാലം ആരുടെ കൃതി? മാധവിക്കുട്ടി. കെ.പി. കേശവമേനോന്റെ ആത്മകഥയുടെ പേര് കഴിഞ്ഞ കാലം. അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥ? തിക്കോടിയൻ. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതി? ആനന്ദ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എഴുതിയ സന്ദേശകാവ്യം മയൂര സന്ദേശം. കണ്ണീർ തുള്ളി രചിച്ചതാര്? നാലപ്പാട്ട് നാരായണൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ രചയിതാവ് ആര്? എം മുകുന്ദൻ. അരങ്ങും അണിയറിയും ആരുടെ ആത്മകഥയാണ്? കലാമണ്ഡലം കൃഷ്ണനായർ. ഉഷ്ണമേഖല ആരുടെ കൃതിയാണ്? കാക്കനാടൻ. നാറാണത്ത് ഭ്രാന്തൻ ആരുടെ കൃതിയാണ്? പി. മധുസൂദനൻ നായർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ബഷീർ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ. ഇരയിമ്മൻ തമ്പിയുടെ ശരിയായ പേര് രവിവർമ്മൻ.